ശ്രീ പി ജെ വിൻസെന്റ്, പക്ഷെ ഇതാ നോക്കൂ, എന്തൊരു തരം പ്രകോപനമാണ്. പാകിസ്ഥാൻ ഒരു ആണവശക്തിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് മാധ്യമങ്ങളോട്. അതായത് നിങ്ങൾക്കങ്ങനെ തകർത്ത് കളയാൻ കഴിയുന്ന ഒന്നല്ല പാകിസ്ഥാൻ, ഞങ്ങൾക്ക് ആണവശക്തിയുണ്ട്, അതായത് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ലോക സമാധാനത്തിന് തന്നെ ഞങ്ങൾ ഭീഷണിയാണെന്ന് തുറന്നു പറയാൻ ഒരു നാണക്കേടും അവർക്കില്ല. ഭീകരവാദം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ മാത്രമോ പാകിസ്ഥാനിനുള്ളിൽ മാത്രമോ ഒന്നും നടക്കുന്ന ഒന്നല്ല, ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. 10-30 വർഷമായി തങ്ങൾ തീറ്റിപ്പോറ്റുകയാണ്, ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയാണെങ്കിലും ഭീകരപ്രവർത്തകരെ എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം എന്താണ്? തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ അത് വിശകലനം ചെയ്യേണ്ട സമയമാണിത്. ഏതൊക്കെ സന്ദർഭത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ആ യുദ്ധങ്ങളെയെല്ലാം ഇതുപോലെ നെഗോഷിയേഷൻ ടേബിളിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. അത് പരിശോധിക്കേണ്ട കാര്യമല്ലേ? 1965 ഇന്ത്യ വൻ വിജയം നേടിയ യുദ്ധത്തിൽ, പക്ഷേ 1966 താഷ്കന്റ് ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളും വിട്ടുകൊടുത്തു. 65 മുമ്പുള്ള സ്ഥിതി റീഇൻസ്റ്റേറ്റ് ചെയ്തു. 1971 ഇന്ത്യ വൻ വിജയം നേടി, 1 ലക്ഷത്തോളം പട്ടാളക്കാർ ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങി. പക്ഷേ 1972 ഷിംല കരാറോടുകൂടി പഴയ സ്ഥലത്തേക്ക് പോയി. എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ഫയർ, അവിടെ വെടിനിർത്തൽ രേഖയെ ലൈൻ ഓഫ് കൺട്രോളായി അംഗീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്താ മാറ്റം ഉണ്ടായ? സുൽഫിക്കർ അലി ഭൂട്ടോ അതിനുശേഷം പറഞ്ഞത് നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു, പക്ഷേ നെഗോഷിയേഷൻ ടേബിളിൽ ഞങ്ങളാണ് ജയിച്ചതെന്നാണ്. 1998 കാർഗിൽ ക്രൈസിസിൽ എന്താണ് സംഭവിച്ചത്? ഭീകരരെ പുറത്താക്കാൻ ഇന്ത്യ കഴിഞ്ഞു. അതിൽ തന്നെ ഈ ടൈഗർ ഹിൽസ് കീഴടക്കാൻ വേണ്ടി ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പെർമിഷൻ നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? എത്ര ആളുകൾക്ക് മരിക്കേണ്ട വന്നു? അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിനെ പരമപരിശുദ്ധമായി കാണുക. അതിനുശേഷം 2021 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായി, 2008 മുംബൈ ആക്രമണം ഉണ്ടായി, ഉറി ഉണ്ടായി, പത്താൻകോട്ട് ഉണ്ടായി, 2019 പുൽവാമ ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായ സമയത്ത് ഇതിനെ തകർത്തു എന്നതിനപ്പുറത്തേക്ക് തിരിച്ചങ്ങോട്ട് കയറി അടിക്കുന്ന ഒരു ശീലം ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആ നെഗോഷിയേഷൻ ടേബിൾ വെച്ച് 90,000-ന് പുറത്ത് സൈനികരെ അടക്കം വിട്ടുകൊടുത്ത്, നമ്മൾ അങ്ങോട്ട് കടന്നു ചെന്ന ഭൂമിക അടക്കം വിട്ടുകൊടുത്ത്, ശരി പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഒരു രാജ്യം എന്ന നിലയ്ക്ക്, അതും നമ്മളെക്കാൾ നിസ്സഹായ അല്ലെങ്കിൽ നമ്മുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യം എന്ന തിരിച്ചറിവിൽ വിട്ടുകൊടുത്ത അതേ ലൈൻ ഓഫ് കൺട്രോൾ അല്ലെ? അന്ന് ഈ ഷിംല കരാറിലൂടെയാണ് നമുക്കിപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാകുന്നത്. അതാണ് നിലവിൽ വേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളിൽ അനുവർത്തിച്ചു വന്ന ദയയ്ക്ക് അവർ ഒരു കാലത്തും നീതിയുക്തമായ മറുപടി തിരിച്ചു നൽകിയിട്ടില്ല. നീതിയുക്തമായ മറുപടി. അപ്പോൾ 1972 ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. കാരണം അതിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് ആദ്യത്തെ ലൈൻ. പിന്നെ 1970 ഡിസംബർ 17 വെടിനിർത്തൽ രേഖ ലൈൻ ഓഫ് കൺട്രോളായി അംഗീകരിക്കുമെന്നാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമായിരുന്നു അത് ലൈൻ ഓഫ് കൺട്രോൾ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലൈൻ ഓഫ് ഫയർ ആണ്. ലൈൻ ഓഫ് ഫയർ ആണ്. ഇന്ത്യയിലേക്ക് വെടിവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ്. അതുപോലെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ഹജിപീർ പാസ് ഉണ്ട്. അത് നമ്മളുടെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്കുള്ള വാതിലാണ്. ആ സ്ഥലം നമ്മൾ ഏകപക്ഷീയമായി പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തു. ആ മേഖലയിലൂടെയാണെന്ന് ഏറ്റവും അധികം ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത്. അത് 48 യുദ്ധത്തിന് ശേഷം ഒരു ഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1970-കളിൽ 1000 കട്ട് ഡോക്ട്രിൻ അവർ മിലിറ്ററി എടുത്തു. ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകൾ ഉണ്ടാക്കുക, ആ മുറിവുകളിൽ നിന്ന് ഇന്ത്യനെ ബ്ലീഡ് ചെയ്ത് ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ പോളിസി. മാത്രമല്ല മുറിവുണങ്ങുന്ന സന്ദർഭത്തിൽ മുറിവിൻ്റെ സ്ഥാനത്ത് വീണ്ടും മുറിവുണ്ടാക്കി സ്പാനിഷ് പുണ്ണാക്കി അതിനെ നിലനിർത്തും. ഈ മിലിറ്ററി ഡോക്ട്രിനിൽ പാകിസ്ഥാൻ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. അതേസമയം ഉണ്ടായിട്ടുള്ള പല യുദ്ധങ്ങളിലും ഇന്ത്യ വിജയിച്ച ഘട്ടങ്ങളിൽ പോലും നെഗോഷിയേഷൻ ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള നിലപാട് നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ നയതന്ത്ര യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുന്ന ഒരേ ഒരു കാര്യം ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയത് മാത്രമാണ്. ബാക്കിയൊന്നും പാകിസ്ഥാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരേ സമയം നയതന്ത്ര തലത്തിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഞാനിത് ഉറച്ചു നിൽക്കുന്നുള്ള എന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നാൽ നല്ലത്. ഒരു ഈ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം യുദ്ധം ചെയ്തുണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ നയതന്ത്ര ടേബിളിൽ വെച്ച് ചർച്ച ചെയ്ത് പാകിസ്ഥാനെ അടിയറ വെച്ച് തിരിച്ചു വരികയാണ്. എന്നിട്ടോ ഇതേ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് അപ്പുറേ നടത്തി ഇവിടേക്ക് കടത്തി വിടുന്നു. ആകെപ്പാടെ 2 ഇൻസ്റ്റൻസ് വേണമെങ്കിൽ പറയാം. ഉറി അറ്റാക്കിന് ശേഷം നമ്മൾ പുറത്തറിയാതെ അതിർത്തി കിടന്ന് ഓപ്പറേഷൻ നടത്തി.
2019 പുൽവാമയ്ക്ക് ശേഷം ബലാക്കോട്ട് അറ്റാക്ക് നടത്തി. അതിനപ്പുറത്തേക്ക് പരമപരിശുദ്ധമായി നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിനെ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻ്റർനാഷണൽ ബോർഡർ ഇല്ല. ഇൻ്റർനാഷണൽ ബോർഡർ ആകെ പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമേ ഉള്ളൂ. എവിടെയാണ് കാശ്മീരിൽ ഇൻ്റർനാഷണൽ ബോർഡർ ഉള്ളത്? ഈ LOCയുടെ അപ്പുറത്തുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്. 1962 പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയ ഷക്സം വാലി ഇന്ത്യയുടെ ഭാഗമാണ്. 1962 ചൈന പിടിച്ചെടുത്തിട്ടുള്ള 36,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അക്സായി ചിൻ ഇന്ത്യയുടെ ഭാഗമാണ്. ഇതെല്ലാം ഉൾപ്പെട്ട കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അംഗീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് കടന്നിട്ട് യുദ്ധം ചെയ്യാനോ, നമ്മളുടെ മണ്ണിലേക്ക് യുദ്ധം എത്തിച്ചിട്ട് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എല്ലാം സബൂറാക്കി എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെ നെഗോഷിയേഷൻ ടേബിളിൽ വന്ന് എല്ലാം സബൂറാക്കി തിരിച്ചു പോവുകയും ചെയ്യും. ഈ ഒരു അവർ ലൈൻ ഓഫ് കൺട്രോളിനെ ഇനി മാനിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കാലത്തും അതിനെ മാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്തത്.